ഓക്കെ സ്റ്റുഡൻസ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്സിലെ എക്സ്ട്രാ ചോദ്യങ്ങളിൽ ഞാനൊരു രണ്ടാമത്തെ ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് ആസ് ഓൺ 31 March 2020. ദെൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ക്യാപിറ്റൽ 10 each 4 lakh 3 lakh, റിസർച്ച് സർപ്ലസ് 1,40,000 1,20,000. അപ്പോൾ 4 5 5 40 3 4 4 20. ഓക്കെ. അസറ്റ്സ് എല്ലാം സൺഡ്രി അസറ്റ്സ് ഉണ്ട്, 2,30,000, 4,20,000. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 3,000 ഷെയർസ്. അപ്പോൾ ഇവിടെ എത്ര ഷെയർ ഉണ്ട്? 3 ലക്ഷം. അപ്പോൾ 3 ലക്ഷം ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, 10 രൂപ ഷെയർ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എത്ര? 30,000 ഷെയർ വരും. 30,000 ഷെയർ. അപ്പോൾ 30,000 ഷെയർ എന്ന് പറയുമ്പോൾ 30,000 ഷെയർസ് മുഴുവനും, 30,000 ഷെയർസ് മുഴുവനും ഒരു പൂജ്യത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു പൂജ്യം കൂടി ചേർക്കുന്നു. 30,000 ഷെയർസും ആര് വാങ്ങിച്ചു? ഈ പറഞ്ഞ എച്ച് ലിമിറ്റഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കാൽക്കുലേഷൻ നമ്മൾ നടത്തുമ്പോൾ ഇവിടെ 3 ലക്ഷം ഷെയർ ഉണ്ട്, ഇവിടെ 1,20,000 ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 1,20,000 എപ്പോഴത്തെ പ്രോഫിറ്റ് ആണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞില്ല. എപ്പോഴത്തെ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ട് 31 March 2020 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1,20,000 ഡേറ്റ് നമ്മൾ പ്രത്യേകിച്ച് ഷെയർ എന്നാ വാങ്ങിയത്, ആ വാങ്ങിയതിന് ശേഷമാണോ 1,20,000 ഉണ്ടായത്, അതിന് മുമ്പാണോ ഉണ്ടായെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഡേറ്റ് തരാതെ വരുമ്പോൾ നമ്മളിതിന് ഈ വർഷത്തെ പ്രോഫിറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. 31 March 2020 തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 1,20,000 എന്നുള്ളത് നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് കൺട്രോൾ കണ്ടുനോക്കാം. ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇതിപ്പോൾ നമുക്ക് ഈ വർഷം പ്രോഫിറ്റ് ഒന്നും ഉണ്ടായില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിലോ, ഈ വർഷം ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ് ഇൻ ദ കറണ്ട് ഇയർ, ഇത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആണെന്ന് കരുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷെയർ വാങ്ങിയത് എന്നാന്ന് പറയാത്തടത്തോളം കാലം നമുക്ക് ഈ ഷെയർ വാങ്ങിയത് ക്ലോസിംഗ് ഡേറ്റിലായിട്ട് എടുക്കാം. ക്ലോസിംഗ് ഡേറ്റിലായിട്ട് എടുക്കുമ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ, ഇത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 lakhും 1,20,000 കൂടി കൂട്ടാം. അപ്പോൾ എത്ര വരും? 4,20,000. 4,20,000 എന്നുള്ളത് ഈ 3,10,000 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് അങ്ങനെയല്ല വരുന്നത്, നമുക്ക് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് കറണ്ട് ഇയർ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളത് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കില്ല, കോസ്റ്റ് ഓഫ് കൺട്രോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3,10,000 നിന്നും ഫേസ് വാല്യൂ കുറയ്ക്കാം. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് ഫേസ് വാല്യൂ കുറയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ 3,10,000 നിന്ന് 3 lakh കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ 10,000 നമുക്ക് ഗുഡ് വില്ലായിട്ട് വരും. അതേസമയത്ത് ഇത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റായിട്ട് എടുക്കുകയാണ്, ഇത് ഷെയർ വാങ്ങിയതിന് മുമ്പുള്ള പ്രോഫിറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഷെയർ ക്യാപിറ്റലും ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കൂട്ടും. കാരണം ഈ പ്രോഫിറ്റ് മുഴുവൻ അവർക്ക് ആവശ്യപ്പെട്ടാൽ 30,000 ഷെയർ അവിടെ ആകെ ഉള്ളത്, ആ 30,000 ഷെയർ മുഴുവൻ എച്ച് ലിമിറ്റഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എസ് ലിമിറ്റഡിലെ കംപ്ലീറ്റ് പ്രോഫിറ്റിൻ്റെ അവകാശം ആർക്കാണ്? എച്ച് ലിമിറ്റഡിനാണ്. ഇത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ 3 lakh പ്ലസ് 1,20,000 4,20,000 വരും. ആ 4,20,000 നിന്ന് 3,10,000 കുറയ്ക്കാം. അപ്പോൾ നമുക്കൊരു 1,10,000 നമുക്ക് എന്താണ് ബാർഗെയിൻ പർച്ചേസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇതിൽ ചില അസംഷനുകൾ നമ്മൾ എടുക്കേണ്ടി വരും. എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ പ്രോഫിറ്റ് ഓർ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് ഈ വർഷത്തെ പ്രോഫിറ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിൽ ഡേറ്റ് ഓഫ് അക്വിസിഷൻ തരാത്തോടത്തോളം കാലം നമുക്ക് സേഫായ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ചെയ്യേണ്ടത്, സേഫായത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ഡേയിലാണ് ഷെയർ വാങ്ങിയായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അതായത് ഈ ബാലൻസിൻ്റെ ഡേറ്റിൽ ഷെയർ വാങ്ങി 31 March 2020 ഷെയർ വാങ്ങി. ഓക്കെ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ വാങ്ങുമ്പോൾ ഈ പ്രോഫിറ്റും അതിന് മുമ്പുള്ള പ്രോഫിറ്റായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മളെ സംബന്ധിച്ച് സേഫ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 3,10,000. ഇത് അതിന് അപ്പോൾ ഫേസ് വാല്യൂ ഷെയർ സെൽഡ് ബൈ എച്ച് ലിമിറ്റഡ് 30,000 ഷെയർസിന് 10 rupees വെച്ച് 3 lakh. ദെൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1,20,000. അപ്പോൾ അങ്ങനെ ടോട്ടൽ എത്ര വരും? 4,20,000 കുറയ്ക്കാൻ വേണ്ടി വരും. അപ്പോൾ 3,10,000 നിന്നും 4,20,000 കുറയ്ക്കാം. അപ്പോൾ 3,10,000 നിന്ന് 4,20,000 കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് മൈനസ് വരും, മൈനസ് ഗുഡ് വില്ല് നമ്മൾ എന്തായിട്ട് എടുക്കുക? ബാർഗെയിൻ പർച്ചേസ് ചെയ്യാനായിട്ട് എടുക്കുക. ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ ചെയ്ത് ഡേറ്റ് ഓഫ് അക്വിസിഷൻ തന്നിട്ടില്ല. ഈ 1,20,000 എത്ര രൂപ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്, എത്ര രൂപ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയാത്തോടത്തോളം കാലം ഡേറ്റ് ഓഫ് അക്വിസിഷൻ ലാസ്റ്റ് ഡേറ്റ് ബാലൻസിൻ്റെ ഡേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ബാലൻസിൻ്റെ ഡേറ്റിന് മുൻപുള്ള പ്രോഫിറ്റ് മൊത്തം ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് കൺട്രോൾ കാണാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാണണം. എങ്ങനെ കോസ്റ്റ് ഓഫ് കൺട്രോൾ? ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ അങ്ങനെ എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല, ദർ ഇസ് നോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. കാരണം എന്താ? ഇവിടെ നമുക്ക് 30,000 ഷെയർസാണ് ആകെ ഉള്ളത്. ഇവിടെ 30,000 ഷെയർസ് എച്ച് ലിമിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പോൾ മൈനോറിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആരും തന്നെ ഇല്ല. ഈ കമ്പനിയുടെ മൊത്തം അവകാശം ആർക്കാണ്? എസ് ലിമിറ്റിൻ്റെ മൊത്തം അവകാശം എച്ച് ലിമിറ്റഡിനാണ്. അപ്പോൾ അതുകൊണ്ട് ദർ ഈസ് നോ നോൺ കൺട്രോൾ ഇൻട്രസ്റ്റ്. ഇനി കോസ്റ്റ് കൺട്രോൾ കാണാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഷെയർ വാങ്ങിയ ഡേറ്റ് ബാലൻസിൻ്റെ ഡേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള പ്രോഫിറ്റ് മൊത്തം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. കോസ്റ്റ് കൺട്രോൾ കാണാനായിട്ട് ആദ്യം ചെയ്യണം കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം ചെയ്താൽ 3,10,000 എഴുതാം. 3,10,000 നിന്നും വാല്യൂ ഓഫ് ഷെയർ സെൽഡ് ബൈ എച്ച് ലിമിറ്റഡ് 3 lakh എഴുതാം. ദെൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1,20,000 എഴുതാം. അപ്പോൾ ടോട്ടൽ 4,20,000 കുറയ്ക്കാം. അപ്പോൾ 3,10,000 നിന്നും 4,20,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതായിരിക്കും മൈനസ് ഗുഡ് വില്ല് ആയിട്ട്. മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് ഗുഡ് വില്ല് അത് ബാർഗെയിൻ പർച്ചേസ് ഗെയിൻ എന്ന് പറയും. ഓക്കെ, ഇത് നിങ്ങൾ തനിയെ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാനിതിൽ ഇട്ടിരിക്കുന്നത്. ബാക്കി നിങ്ങൾ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.